പറഞ്ഞ 4 മാസം ഇപ്പൊ കാരണം വയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പൈപ്പ് കിട്ടുന്നല്ലേ ഉള്ളൂ. കിച്ചൺ അങ്ങേ സൈഡിൽ ഓപ്പൺ കിച്ചൺ ആണ്. ഇതൊരു ബെഡ്റൂം, ഇതൊരു ബാത്റൂം. സിറ്റ് ഔട്ട് ആണ് ചെറിയ. നിങ്ങളടുത്ത് ഞാൻ ഇപ്പം ചോദിച്ചു, ഫിറോസൊക്കെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെന്നിട്ട് അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കാന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല. അപ്പൊ രേണു അത് ചെയ്തപ്പം ആഹാ അല്ലേ സൂപ്പർ. അല്ല അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു അവളെ കണക്കല്ലല്ലോ നമ്മളൊരു ഫീൽഡിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു അപ്പൊ അവളെ കണക്കല്ല നിങ്ങളന്ന് നിങ്ങൾ സമ്മതിച്ച്. ഇല്ല അത് ചൂടിന് വേണ്ടി സുചേണ്ട വീടല്ലേ ഉണ്ട്. അല്ല അവരെല്ലാം ചെയ്യുന്ന ക്വാളിറ്റി ആയിട്ടോ. സുചേണ്ട മാത്രമല്ല എല്ലാവരും ക്വാളിറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബെഡ്റൂം ഒക്കെ നോക്കാം. ഇവിടെ രേണുസുതി പറയുന്ന കാര്യം നിങ്ങൾ കേട്ടില്ലേ? പുള്ളിക്കാരി പറയുകയാണ് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് ഞങ്ങൾക്ക് ഈ വീട് പണിത് തന്നതെന്നാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചനായിട്ടുള്ള രേണുസുതി മുമ്പ് പറഞ്ഞിരുന്നത്. ഈ വീട് പണിയുന്നതിന് മുമ്പുള്ള വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അന്നേരം ഈ പറയുന്ന രേണുസുതി എങ്ങനെയായിരുന്നു, ഇപ്പോൾ രേണുസുതി എങ്ങനെയായി, ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു സജീന മേഡം ഉണ്ടല്ലോ, അതായത് ഈ വീടിന്റെ സ്വരമാണ് എനിക്കെന്ന് പറഞ്ഞ് ബിഷപ്പിനെ പല രീതിയിൽ അധിക്ഷേപിച്ച് ഈ പറയുന്ന രേണുസുതിയെ വെള്ളപൂശാനായിട്ട് ഇറങ്ങി തിരിച്ച ഒരു ചേച്ചി, ആ ചേച്ചിയുടെ ഒരു സ്റ്റാൻഡ് നിങ്ങൾ അറിയണം, അറിയാതെ പോകരുത്. അതുലുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ചേച്ചി അറിയാതെ തന്നെ പുള്ളിക്കാരിയുടെ ആ ഒരു സ്റ്റാൻഡ് പറഞ്ഞു. പുള്ളിക്കാരി വലിയ എന്താ പറയാ, ഈ പറയുന്ന രേണുസുതിയെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന, രേണുസുതി ചെയ്യുന്നതെല്ലാം ശരിയാണ്, രേണുസുതിയിൽ ഞാൻ കുറച്ച് ശരികൾ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടെത്തിയ ഈ പറയുന്ന ചേച്ചി ഇപ്പോഴിതാ നിലപാടുകൾ മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് എന്ത് നിലപാടാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവും. എന്തായാലും ഇവര് അതുലിനോട് പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി. നമ്മളെല്ലാരും കിടന്ന് പെടാപ്പാടുപെടുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭൂമി, ഒരു കിടപ്പാടം, അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. ഇത് ഇത്രയും സഹായം ചെയ്ത ബിഷപ്പ് മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ അയാൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേരെ കയ്യിലിരിക്കുന്ന 7 സെന്റ് വസ്തു എടുത്ത് ഓസിന് കൊടുത്തു. അതിന്റെ നന്ദി കാലാകാലം വന്നിരുന്ന് കാല് കഴി വെള്ളം കുടിക്കണമെന്ന് ഒന്നും ഞാൻ പറയൂല. ഒരു നന്ദി. അവർക്കിടയിൽ നമുക്ക് രണ്ട് കൂട്ടർ, പോസിറ്റീവ് പറയുന്നവർക്കാരും നെഗറ്റീവ് പറയുന്നവർക്കും അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായിരിക്കും. ഒരു പേഴ്സണലി പ്രശ്നവും ഇല്ല. ഞാൻ അവിടെ പോയത് തന്നെ, നിങ്ങളും പോയതല്ലേ? എവിടെ? ബിഷപ്പിന്റെ വീട്ടിലൊന്നും ഞാൻ പോയിട്ടില്ല. വീട്ടിലല്ല, ആ ഏരിയയിൽ എന്തൊക്കെ പോയിട്ടില്ലേ? രേണുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അത് തന്നെ കണ്ടതല്ലേ? ബിഷപ്പിന്റെ വീട്ടിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു അന്ന്. എന്നിട്ട് ഇപ്പൊ ഈ സജീന പറഞ്ഞ കാര്യം കേട്ടോ, ബിഷപ്പിന്റെയും അതോടൊപ്പം തന്നെ രേണുസുതിയുടെ ഇടയ്ക്ക് എന്തൊക്കെയോ ഒരു വിഷയമുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ രേണുസുതി വന്ന് പറയത്തില്ലേ, എന്തിനേറെ പറയുന്നു, വീടിനുള്ളിൽ ചോർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയക്കാരെ വിളിച്ചു വരുത്തി ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കിയത് രേണുസുതി അല്ലേ? അവരെ താങ്ങിക്കൊണ്ട് നിന്ന ഈ പറയുന്ന സജിന എന്ന് പറയുന്ന ഇവർ സഹിതം ബിഷപ്പിനെ പല രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇട്ടിരുന്നു. ഇതിന്റെ എല്ലാ കാരണം എന്താണ്? ഈ പറയുന്ന രേണുസുതിയും അവരുടെ വീട്ടുകാരെ സംരക്ഷിക്കുക, അവരെ വെള്ളപൂശുക എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരുന്നു. അല്ലാതെ ഈ പറയുന്ന ബിഷപ്പ് ഇവർക്കെതിരായിട്ട് എന്താണ് ചെയ്തത്, ഇവരെ സഹായിച്ചു എന്നുള്ള ഒരു കുറ്റമല്ലാതെ അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് ഇതുവരെ ആയിട്ടും ഈ പറയുന്ന രേണുസുതിയോ ഈ പറയുന്ന സജിനയോ പറഞ്ഞിട്ടില്ല. എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം? ഒരു മനുഷ്യൻ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഇതാണ്, നമ്മുടെ സ്വന്തക്കാർ പോലും നമുക്ക് 1 രൂപ പോലും തന്ന് സഹായിക്കാതിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം 7 സെന്റ് സ്ഥലം, അതായത് ഇതിന്റെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു വസ്തുവാണ് നിങ്ങൾക്ക് തന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പറമ്പിൽ കയറി ഇരുന്ന് അവിടെ തൂറിയിട്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്ന ഒരു സ്ഥിതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തായാലും ബാക്കി കേട്ടു നോക്ക്. എന്തായാലും ഇവിടെ അതുല് വ്യക്തമായിട്ട് ഈ പറയുന്ന സജിനയോട് ചോദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ആ ചോദ്യത്തിൽ വീണ് സത്യങ്ങൾ വാവിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന സജിന. കേട്ടു നോക്ക്. മറുനാടൻ വെച്ചു കൊടുത്ത മതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുനാടൻ പൈസയാണ് കൊടുത്തത്, അല്ലാണ്ട് പണിക്കാരെയും ഇയാൾ പോയിട്ടുണ്ട്, ഇയാൾ കണ്ടല്ലോ ആ മതില്. അത് വച്ചതും ചെയ്തതും മനസ്സിലായ, വച്ചതും ചെയ്തതും മറുനാടനല്ല. അവർ ഇമാജിൻ ചെയ്തുണ്ടാക്കിയതല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ആൾക്കാരെല്ലാരും ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് കുറ്റം പറയുന്നുള്ളൊരു നന്ദികേടാണ്. എല്ലാ ആൾക്കാരും അത് നന്ദികേടല്ലയോ സജീന? അതിന് നന്ദികേടാണ്. ഇവിടെ സജീനയും അത് വ്യക്തമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അത് നന്ദികേടാണ്. ഇവിടെ മറുനാടൻ പൈസ കൊടുത്തു, 1.25 ലക്ഷം രൂപയോളം അദ്ദേഹം കൊടുത്തിട്ടാണ് ആ മതിൽ പണിയിച്ചത്. ആ പീയൂഷൊക്കെ ആ വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു മതിലില്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം പൈസ കൊടുത്തു, അത് പണിയിച്ചു. അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പണിയേണ്ട ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അത് മെയിൻ്റനൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അതായത് രേണുസുതിയുടെയും ആ വീട്ടിൽ ആരൊക്കെയാണോ താമസിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? അത് ചെയ്യാതെ അവരെ വന്ന് കുറ്റപ്പെടുത്തി
അല്ലേ? അതായിരുന്നല്ലോ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ബാക്കിയോടെ കേട്ട് നോക്കിയേ. ഇല്ല, ഇപ്പം രേണുവിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ നിങ്ങൾ സംസാരിച്ചാൽ ഇന്നേ വരെ എനിക്കൊരു ന്യായം തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിച്ചു തന്നു, അത് നാളെ കംപ്ലൈന്റ് ആയി, നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുമോ, കടയിൽ കൊണ്ടുപോകുമോ? അതല്ലേ ചെയ്യുള്ളൂ. കിട്ടിയല്ലോ, തന്ന അത്രേ ഉള്ളൂ. അതേ ഞാൻ ഇവിടെ ചോദിക്കുന്നുള്ളൂ. രേണുവിന് കംപ്ലൈന്റ് വന്നപ്പോ വീണ്ടും ഫിറോസ് അണ്ണന്റെയും ബിഷപ്പ് അണ്ണന്റെയും മറുനാടന്റെ അണ്ണന്റെ അണ്ണാക്കി കൊടുക്കാണ്ട് അവർക്ക് വന്ന പ്രശ്നം ശരിയാക്കിക്കൂടെ? അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ട്. ഇവിടെ അതിൽ ചോദിച്ചത് കറക്റ്റ് അല്ലേ? അതായത് ഒരു ഐഫോൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി, ആ ഐഫോണിന് എന്തോ ഒരു കംപ്ലൈന്റ് പറ്റി, അപ്പോഴത് കൊണ്ടുപോയി ഈ അതുലിന് തിരിച്ചു കൊടുക്കുമോ അതോ കൊണ്ട് സർവീസ് ചെയ്യിപ്പിക്കുമോ? അപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞത് എന്താണ്? അതുകൊണ്ട് സർവീസ് ചെയ്യിപ്പിക്കും. ഇത് തന്നെ അല്ലയോ അവിടെ സംഭവിച്ചത്, അല്ലേ? എന്നിട്ട് ഇവർ ഏത് നിലപാടിലാണ് ഇവർ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഏത് 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 രീതിയിലാണ് ഈ പറയുന്ന ഈ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. എന്തൊക്കെയാ പറയുന്നത്? രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ആ ബിഷപ്പിനെ വരെ എന്തൊക്കെയാണ് ഇവർ വിളിച്ചു പറഞ്ഞത്? ഒടുവിൽ ഇവർക്കെതിരെ കേസ് വരികയായി, അല്ലേ? ഇപ്പൊ വിചാരിക്കുകയെ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന രീതിയിലാണ് പുള്ളിക്കാരി ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും ബാക്കിയോടെ കേട്ടു. നിങ്ങൾക്കാണ് ഈ ഫിറോസിക്ക് ഇങ്ങനെ വീഡിയോ വെച്ച് വന്നിട്ട് നാളെ നിങ്ങൾ അങ്ങനെ നെഞ്ചത്ത് പോകും, എനിക്ക് നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അത്ര ഞാൻ പറയുന്നത്. എന്റെ അടുത്ത് അതാണ് എത്രയോ വീടില്ലാത്ത സ്ത്രീകൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങേര് ഇപ്പൊ ആ പരിപാടിയൊക്കെ നിർത്തി, ഇനി ഇങ്ങനെ ചെയ്യൂലെന്നൊക്കെയാണ് പറയണതെന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിൽ ഒരു റൂമും ഒരു ബാത്റൂമും ഒരു ചെറിയ അടുക്കളയും വെച്ചിട്ട് നമുക്ക് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കയറി കിടക്കണം. വാടക വീടുകളിൽ കിടന്ന് പൈസകളും ഇല്ലാതെ കിടക്കുന്ന ആളുകളാണ്. കേൾക്കുമ്പോൾ പാവം തോന്നും. ഇവിടെ അവർ തന്നെ പറയുന്ന കാര്യം കേട്ടോ, എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ ഒന്നും പറയത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഇവര് ഈ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് കൊടുത്ത ഈ രേണുസുതിയെ സഹായം ചെയ്തവരെ എല്ലാം വലിച്ചു കീറാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്ത ഒരാളല്ലേ ഈ സജീന. എങ്കിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കല്ലോ, രേണു ഇങ്ങനെയൊന്നും പറയരുത്, നമുക്ക് സഹായം ചെയ്തവരെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല, അത് നന്ദിയില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് ഉപദേശിക്കരുതോ? അത് ഇവർ ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ ഇവര് അതുലിനോട് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി വേറൊരു രീതിയിലാണ് പറയുന്നത്. അത് തെറ്റായി പോയി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്ത് നിലപാടാണ് ഉള്ളതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായില്ല. പിന്നെ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ വായത്താളം അടിച്ചുകൊണ്ട് ഇവരെ മാത്രം കരിവാരി തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിറോസിനെയും ബിഷപ്പിനെയും അതോടൊപ്പം തന്നെ ഈ താജിനെയും എല്ലാം ഇങ്ങനെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. ഇപ്പൊ എന്തായാലും അതുലിനെ വിളിച്ച് ചോദിച്ചു, അതിൽ കൃത്യമായിട്ടുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു, അതിൽ പെട്ടുപോയത് തന്നെയാണ് പുള്ളിക്കാരി. ഓക്കെ, ബാക്കി നിങ്ങളടുത്ത് ഞാൻ ഇപ്പം ചോദിച്ചു, ഫിറോസൊക്കെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെന്നിട്ട് അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല. അപ്പൊ രേണു അത് ചെയ്തപ്പം ആഹാ അല്ലേ, സൂപ്പർ. അല്ല, അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു അവളെ കണക്കല്ലല്ലോ നമ്മളൊരു ഫീൽഡിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ. അപ്പൊ അവളെ കണക്കല്ല നിങ്ങൾ സമ്മതിച്ച്. അവള് വീഴ്ച നിൽക്കുന്നത് നമ്മൾ ആരും അല്ലെന്നായി. അവളെ കണക്കിനല്ല നിങ്ങൾ തന്നെ സമ്മതിച്ച്. രേണുസുതി എന്ന് പറഞ്ഞ 4 ആൾ അറിയും, സജീന എന്ന് പറഞ്ഞ കേട്ടല്ലോ പുള്ളിക്കാരി പറഞ്ഞത്. പുള്ളിക്കാരി പറയുകയാണ് അവളെ പോലെ അല്ലല്ലോ ഞങ്ങള്, ഞങ്ങൾക്ക് നന്ദിയുണ്ട്, പക്ഷെ രേണുസുതിക്ക് നന്ദിയില്ല. ഇത് തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഈ പറയുന്ന സജീന. പിന്നെ എന്തിനാണ് സജീന നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്നത്? നിങ്ങൾ ഈ പറയുന്ന രേണുസുതി കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങളും എല്ലാ തോന്നിവാസങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? നിങ്ങൾ ഈ പറയുന്ന ബിഷപ്പിനെ തേജോവധം ചെയ്ത ഒരാളാണ്, പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ, വിശുദ്ധ വസ്ത്രത്തെ വരെ അധിക്ഷേപിച്ചു, അദ്ദേഹത്തിന്റെ സ്ഥാനിക ചിഹ്നങ്ങളെ നിങ്ങൾ അധിക്ഷേപിച്ചു, ഇല്ലേ? പിന്നെ അദ്ദേഹത്തിന് പെണ്ണുപിള്ളയും പിള്ളേരും ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ, ഇല്ലയോ? അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു. വീടുണ്ടാക്കി കൊടുത്ത ഫിറോസിനെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പൊ പറയുകയാണ് ഫിറോസ് നിങ്ങൾക്കാണ് ഒരു വീട് വെച്ച് തന്നിരുന്നതെങ്കിൽ നിങ്ങൾ കുറ്റം പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് വീട്, അതായത് ഇവരുടെ കൂട്ടുകാരിയായിട്ടുള്ള രേണുസുതിക്ക് വീട് വെച്ച് കൊടുത്തപ്പോൾ അതിന് കുറ്റം പറയാൻ കൂടെ നിന്ന പുള്ളിക്കാരിയാണ് ഈ പറയുന്നത്. എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിലപാടിന്റെ ഒരു ശകലം നിങ്ങൾക്കുണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസിൽ പോകണം, അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പരിപാടി കാണിക്കുന്നത്. എന്നെ ഒന്ന് കയറ്റി വിടാ അതിലെ എന്നാണ് പറയുന്നത്. പിന്നെ അതുലിന്റെ ആൾക്കാരല്ലേ അവിടെ ഇരിക്കുന്നത്, അങ്ങോട്ട് കയറ്റി വിടാൻ. അയ്യോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, രേണുസുതിയെ പോലെ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും, ചിലപ്പോൾ കയറി പോകാൻ പറ്റും. അതുവല്ല അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ഈ വീട് പണി തുടങ്ങിയ സമയത്ത് ഉള്ള ഒരു വീഡിയോ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് ഈ രേണുസുതി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ വീടിനെ കുറിച്ച് പറയുന്നതും ആ വീടുണ്ടാക്കി കൊടുത്തവരെ കുറിച്ച് പറയുന്നതും ഒക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇതൊക്കെ രേണുസുതി ഒന്ന് റിവൈൻഡ് അടിച്ച് കാണുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ പറയണമെന്ന് തോന്നി. ഓക്കെ, കണ്ടു നോക്കും. വയറിങ്ങിന്റെ നമ്മളെ അടുത്ത് പറഞ്ഞ 4 മാസം എല്ലാം സ്വിച്ചാട്ടന്റെ, കാരണം വയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പൈപ്പ് കിട്ടുന്നല്ലേ ഉള്ളൂ.
നിങ്ങൾ കണ്ടോ എത്ര മനോഹരമായ ഒരു വീട്, ആ സ്ഥലം നിങ്ങൾ കണ്ടോ? ആ മനോഹരമായ ഒരു വീട് പണിയുന്നത് നിങ്ങൾ കണ്ടോ? അവിടെ അത്ര സന്തോഷത്തോടു കൂടി കയറി വന്ന രേണുസുതി, അവിടെ എന്താ പറയുക, അവിടെ ഈ പണികളൊക്കെ നോക്കി നടത്തിയ തങ്കച്ചൻ എന്ന് പറയുന്ന ആ നെറികെട്ടവൻ, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങാരാണ് ഈ ഒരു വിഷയമെല്ലാം ഉണ്ടാക്കിയത്. അങ്ങാരാണ് ഈ വീട് പണിയുന്ന സമയത്ത് ആ വീട് പണിയുന്നവരുടെ കൂടെ നിന്ന് ഇതെല്ലാം നോക്കി നടത്തിയത്. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങാർക്ക് പറഞ്ഞത് ശരിയാക്കാമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീടൊക്കെ പണിത് അവരതിനകത്ത് കയറി താമസവുമായി എല്ലാമായി, അവർക്ക് എല്ലാ രീതിയിലും എല്ലാം ചെയ്തു കൊടുത്തു. അപ്പൊ എന്താണ് ഇങ്ങേർക്ക് കുറ്റം? ഇങ്ങേരാണ് അതിൻ്റെ അകത്ത് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ പറഞ്ഞ ഒരു മനുഷ്യൻ തങ്കച്ചനായിരുന്നു. പുള്ളിയാണ് അവിടെ നിൽക്കുന്നത്. കണ്ടു നോക്കാം. കാരണം വയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പൈപ്പ് കിട്ടുന്നല്ലേ ഉള്ളൂ. കിച്ചൺ സ്പേസ് വരുന്നത് കിച്ചൺ അങ്ങേ സൈഡിൽ ഓപ്പൺ കിച്ചൺ ആണ്. ഇതൊരു ബെഡ്റൂം ആണ്. ഇതൊരു ബെഡ്റൂം, ഇതൊരു ബാത്റൂം. കിച്ചൺ എവിടെയാണ്? സിറ്റ് ഔട്ട്, അത് ചെറിയ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൂടി വീടാണല്ലേ? അതെ അതെ തീർച്ചയായും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു വീട് തന്നെയാണ് എന്ന് ഇവിടെ രേണുസുതി സമ്മതിക്കുന്നു. അവിടെ തൊട്ടടുത്ത് ഈ പറയുന്ന തങ്കച്ചനെല്ലാം കൊണ്ട് കാണിക്കുന്നു. തങ്കച്ചൻ വലിയ സന്തോഷത്തിലാണ്, അതോടൊപ്പം തന്നെ രേണുസുതി സന്തോഷത്തിലാണ്, പിള്ളേർ സന്തോഷത്തിലാണ്, എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം ഇവര് ഉമ്മൻചാണ്ടി കോളനിയില് അവിടെ കിടന്ന ആൾക്കാരാണ്, അവിടെ വീടില്ലാതെ വാടകയ്ക്ക് നിന്ന ഒരു ആൾക്കാരാണ്. ഇവരെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥലവും കൊടുത്ത് വീടും പണിത് കൊടുക്കുകയാണ്. ആ ഒരു സന്തോഷം അന്ന് ഇവർക്കുണ്ടായിരുന്നു. സുതിലയം എന്ന് പറയുന്ന ആ ഒരു ബോർഡ് ഇവർക്ക് വീട് പണിത് അതിലോട്ട് എത്തിയപ്പോൾ ഇവർക്ക് തുടങ്ങിയ സോക്കേടാണ്. പിന്നെ ഈ വീട് പണിത് പിന്നെ അവർ ഉള്ളിലേക്ക് കയറുന്നുണ്ടല്ലോ, അന്നേരം കൊടുത്ത ഒരു ഇന്റർവ്യൂ, ആ വീടിന്റെ വീഡിയോ എടുത്ത സമയത്ത് ഈ പറയുന്ന രേണുസുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു നോക്കും. നമ്മുടെ സുതിലയം, സുതിച്ചേട്ടൻ ലയിച്ചു ചേർന്ന വീട്. നമുക്ക് സുതിലയത്തിലോട്ടൊന്ന് കയറി കാണാം. ഉണ്ടെന്നുള്ളത് അറിയിക്കുന്നതായിരിക്കണം ഇത്. പക്ഷെ ഏട്ടന് എന്നിൽ നിന്ന് പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചില സമയം ഓർക്കും, അയ്യോ ചിലവരൊക്കെ പറയും മരിച്ചുപോയ സുധിയുടെ വൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്ന സങ്കടവും ദേഷ്യവും ഒരു മരിച്ചുപോയോ, സൂചന അവിടെ മരിച്ചിട്ടില്ല, സൂചന മരിച്ചിട്ടില്ല, അങ്ങനെയാ പറയാ. കാരണം അതുപോലെ നമ്മുടെ മനസ്സിലുണ്ട് സൂചന. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കിച്ചൺ കഴിഞ്ഞ് നമുക്ക് ബെഡ്റൂമിലോട്ടൊക്കെ പോകാം. ഇതാണ് കിച്ചണേ. കിച്ചന്റെ ഡോറും കണ്ടോ, ഡോറൊക്കെ അടിപൊളി. അതേ മോട്ടറിന്റെ സ്വിച്ച്, ഇതേ കബോർഡ്സ്, അതേ കബോർഡ് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് സന്തോഷത്തോടു കൂടിയാണ് രേണുസുതി ഇതൊക്കെ കാണിച്ചു തരുന്നത്. ഡോറ് കണ്ടോ, അതിമനോഹരമായ ഡോറ്, നല്ല ക്വാളിറ്റി ഉള്ള ഡോറ്. ഇവിടെ ഫാൻ ഉണ്ട്, ഇവിടെ വെള്ളമുണ്ട്, എല്ലാം നല്ല സൂപ്പർ. ഇതാ കണ്ടോ, എന്റെ ചേച്ചിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും ഒക്കെ ഇനിയും ചൂടടിക്കാതെ ഇവിടെ നിന്ന് ഭക്ഷണം ചെയ്യുക, അതിന് ഫാൻ വരെ ഫിറ്റ് ചെയ്തേക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് ഈ പറയുന്ന രേണുസുതി. അതായത് കാശ് കൊടുക്കാതെ നല്ലൊരു വീട് കിട്ടിയ സമയത്ത് അതിനെ കുറ്റം പറയാൻ ഇറങ്ങി തിരിച്ചവരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. കേട്ടോ, മോട്ടറിന്റെ സ്വിച്ച്, ഇതേ കബോർഡ്സ്, കബോർഡ് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പാത്രം അതുപോലെ ഇതിൽ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചടങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചാണ് ഇത്ര സാധനങ്ങൾ. പിന്നെ ഇത് ഗ്യാസ്, ഇതൊക്കെ നമ്മൾ കൊണ്ടൊന്നുമല്ല കേട്ടോ, എല്ലാ സ്പോൺസറും നമ്മൾ KHDC, നമ്മളിവിടെ വന്നപ്പോൾ തന്നെ KHDC ഇതെല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ ഇത് ഗ്യാസ് വെക്കുന്ന നമ്മളൊക്കെ വെച്ചിട്ടുണ്ട്. പുറത്ത് നമ്മളൊക്കെ വെച്ച് എന്തോ ഈ കുറ്റി നമ്മൾ കൊണ്ടുവന്നോ. ഇത് ഞങ്ങൾ വരുന്നതിന് പുറമെ KHDC ഒക്കെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ്. ഗ്യാസ് സ്റ്റവ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടേത്, ബാക്കിയൊക്കെ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ടാണ് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം കിച്ചു വന്ന് പറയുന്നത് വരെ അദ്ദേഹത്തെ ഏറിൽ കയറ്റിക്കൊണ്ടിരുന്ന ആൾക്കാരാ. അല്ലയോ ഈ പറയുന്ന സജിന ആയിക്കോട്ടെ, രേണു ആയിക്കോട്ടെ, എല്ലാം ഇത്ര ഭംഗിയുള്ള ഒരു വീട് വെച്ചു കൊടുത്തിട്ട് ഇതുപോലൊക്കെ ഒരു വീട് വെക്കണമെങ്കിൽ തന്നെ എത്ര രൂപ ചെലവാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി എന്റെ പൊന്നു പ്രേക്ഷകരെ. അപ്പോഴാണ് ഇവർ അതിനെ വന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് ഉണ്ടാക്കി കൊടുത്ത സമയത്ത് എത്ര സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. ഈ നാഗവല്ലി പോയി മറ്റേ ചിലങ്ക അതൊക്കെ എടുത്ത് കാണിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കത്തില്ല ആ ഒരു ഉത്സാഹത്തിൽ. അതുപോലാണ് ഈ പുള്ളിക്കാരി കാണിച്ചു കൊടുക്കുന്നത്. നാഗവല്ലി അല്ല, ശോഭന കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പുള്ളിക്കാരി ഓരോന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇത് KHDC മേടിച്ചു തന്നതാണ്, ഞങ്ങൾ ഇവിടെ ഗ്യാസ് സ്റ്റവ് കൊണ്ട് മാത്രം വന്നതാണ്, ബാക്കി എല്ലാ സാധനവും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പുള്ളിക്കാരി അന്ന് പറഞ്ഞത്. പിന്നാണ് കുറ്റം പറച്ചിൽ തുടങ്ങിയത്. സെറ്റാക്കി. പിന്നെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള അല്ലേ, എന്തുവാ വെള്ളം കുടിക്കുന്നത്, പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നല്ലേ വാട്ടർ, ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഫാൻ, അടുക്കള, നമ്മുടെ വീട്ടിലൊന്നും അടുക്കള ഫാനൊന്നും ഇല്ലായിരുന്നു. അമ്മയ്ക്കും എനിക്കൊക്കെ അടുക്കള, ചേച്ചിക്കൊക്കെ അടുക്കളയിൽ നിന്ന് ചൂടെടുക്കണ്ടല്ലോ, ഫാനുണ്ട്. സുചേട്ടൻ കണ്ടല്ലോ ഫാൻ വരെ അടുക്കള. ഇല്ല, അത് ചൂടിന് വേണ്ടി സുചേട്ടന്റെ വീടല്ലേ ഉണ്ട്. അല്ല, അവരെല്ലാം ചെയ്യുന്ന ക്വാളിറ്റി ആയിട്ടോ. സുചേട്ടൻ മാത്രമല്ല, എല്ലാവരും ക്വാളിറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബെഡ്റൂം ഒക്കെ നോക്കാം. ഇതാണ് തമാശയായിട്ട് എനിക്ക് തോന്നിയത്. അവരെല്ലാം ചെയ്തത് നല്ല ക്വാളിറ്റിയോട് കൂടിയാണെന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി പിന്നെ പറയുകയാണ് അവർ ചെയ്തതൊന്നും ക്വാളിറ്റി ഇല്ല എന്ന്. ഇതാണ് എനിക്ക് തമാശയായിട്ട് തോന്നിയത്. ഇതിനാ പറയുന്നത് നന്ദികേടെന്ന് പറയുന്നത്. നല്ല വീട്ടിൽ കയറിക്കിടന്ന്, അവരുണ്ടാക്കി കൊടുത്ത വീട്ടിൽ കയറിക്കിടന്ന്, ആ ബിഷപ്പ് സ്ഥലവും കൊടുത്ത് മറ്റ് നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടി സഹായിച്ച് ഒരു നല്ലൊരു വീട്ടിൽ കയറി കിടന്നിട്ട് ആദ്യം നല്ലതെന്ന് പറഞ്ഞ് പിന്നെ അതിനെ കുറ്റം പറയാൻ ഇറങ്ങി തിരിച്ച ആൾക്കാരാണ് ഇവർ.
നന്ദി എന്ന് പറയുന്നത് ലെവലേശമില്ലാത്ത, ഞാൻ ബാക്കി പറഞ്ഞാൽ കൂടിപ്പോകും, കണ്ടു നോക്കും. ഇനി നമുക്ക് ബെഡ്റൂം ഒക്കെ നോക്കാം. കിച്ചുവിനെ മുറി, അയ്യോ ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത് കിച്ചുവിനെ, ഇത് കിച്ചുവിന് എപ്പം വന്നാലും അവന്റെ മാത്രമായിട്ടുള്ള അവന്റെ സ്പേസ്, അവന്റെ ബെഡ്റൂം. ഇതും അതുപോലെ തന്നെ ഈ ജനലിന്റെ എല്ലാം എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള എല്ലാം ഇതെല്ലാം സ്പോൺസറിംഗ് ആണ്. അറ്റാച്ച് ബെഡ്ഷീറ്റ് വരെ, അതെ, ഇത് അറ്റാച്ച്ഡ് ബാത്റൂം, അതെ അതെ അതെ. ബെഡ്ഷീറ്റ് വരെ സ്പോൺസർ ആണെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് അവരെ എല്ലാം കുറ്റം പറഞ്ഞത്. പിന്നെ ബെഡ്ഷീറ്റ് എവിടെയെങ്കിലും ഒന്ന് കീറിപ്പോയായിരുന്നെങ്കിൽ ആ ബെഡ്ഷീറ്റ് കൊടുത്തവരെ വരെ ചിലപ്പോൾ കുറ്റം പറഞ്ഞിരുന്നേനെ. ഈ ബെഡ്ഷീറ്റ് എന്താ ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ പറയും ഇതുപോലെ ബെഡ്ഷീറ്റ് നിങ്ങൾ മേടിച്ചത് ഈ മറ്റേ വലിയ ബ്രാൻഡഡ് കമ്പനി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കുറ്റം പറഞ്ഞേനെ. എന്തുകൊണ്ടോ ബെഡ്ഷീറ്റ് അന്ന് കീറിയില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ബെഡ്ഷീറ്റിനെ കുറ്റം പറയാഞ്ഞത്. ഇല്ലായിരുന്നേ ആ ബെഡ്ഷീറ്റ് കൊടുത്തവന്റെ ഒക്കെ അവസ്ഥ, അയ്യോ പൊന്നോ. എല്ലാരും പറഞ്ഞല്ലേ അത്യാവശ്യം എല്ലാം അത് തന്നെ. ചേച്ചി ഇവിടെ നിന്ന് കണ്ടപ്പോ എന്താ തോന്നി? വന്നപ്പോ പറഞ്ഞ പോലെ തന്നെ സന്തോഷം, പിന്നെ എംഡി സുചേറിന്റെ പ്രസൻസ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൂടി വീടാണ്, എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള വീടാണ്. നമ്മള് പ്രതീക്ഷിക്കാത്തതിലും കൂടുതലും സൗകര്യം. നടക്കുന്ന സമയത്ത് ഇവിടെ നോക്കാറുണ്ടായിരുന്നു? ഞാൻ വരത്തില്ലായിരുന്നു, പപ്പ വരുമായിരുന്നു. അപ്പ എന്നും വരുമായിരുന്നു. ഞാൻ ചിന്നു വന്നെന്നാണ് ആദ്യമായിട്ട് കാണുന്നത്, ലക്ഷ്മി വന്നെന്ന്. പപ്പ വന്നായിരുന്നു എല്ലാം നോക്കുന്നത്. നല്ലൊരു വീടാണ്, എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു വീട് എന്നാണ് രേണു പറഞ്ഞത്. ഇതേ കാര്യം തന്നെ കൃത്യമായിട്ടും ആർക്കറിയാം? ഈ പറയുന്ന സജിനയ്ക്കും അറിയാം. സജിന ഇപ്പൊ വന്നിട്ട് അതുലിനോട് പറഞ്ഞ കാര്യം എന്താണ്? എനിക്കാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ നന്ദിയുള്ളവളായിരിക്കും. പക്ഷെ സജിനയുടെ കൂട്ടുകാരിയായിട്ടുള്ള രേണുസുതി നന്ദിയില്ലാത്തവളായി മാറിയത് കൃത്യമായിട്ട് അറിയുന്ന സജിനയ്ക്ക് ഒന്ന് തിരുത്തിയില്ല. പക്ഷെ നിലപാടില്ലാതെ ആ പുള്ളിക്കാരി പറയുന്നത് എനിക്കായിരുന്നുവെങ്കിൽ ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചേനെ, ഞാൻ സന്തോഷമുള്ള ഒരു മകളായിട്ട്, സന്തോഷമുള്ള ഒരാളായിട്ട് ഇരുന്നേനെ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നന്ദിയില്ലാത്തവരുടെ മൂട്ടിൽ ആല് കളിച്ചാൽ എന്തായിരിക്കും? അതേ അവസ്ഥയാണ്. രേണുസുതിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലർക്കും മനസ്സിലായി പാത്രം അറിഞ്ഞു വിളമ്പണമെന്ന്. ഇല്ല എങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ഇത് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ആൻഡ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും